മണിയാറോ കത്തോ? അല്ല, കത്താണ്. മണിയാറായിരുന്നു ഈ തുകയെങ്കിലും അറിയായിരുന്നു. ഇതിനകത്ത് എന്ത് കുന്തമാണെന്ന് ആർക്കറിയാം. ആ കസ്തൂരിപ്പെണ്ണാണെങ്കിൽ അച്ചടി പഠിക്കാൻ പോയിരിക്കുക. വിവരം അറിയാൻ എന്താ ഒരു മാർഗം? ആ മാലിപ്പെണ്ണെ കൊണ്ട് വായിപ്പിക്കാം. മാലിപ്പെണ്ണേ ഇതാണ്ട ഈ കത്തൊന്ന് വായിച്ചേ. സത്യമോന്റെ കത്ത. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും കസ്തൂരിയും വായിച്ചറിയുവാൻ എഴുതുന്നത്, ഈ മാസം 15-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടും. 20-ാം തീയതി അവിടെ എത്തും. 2 മാസത്തെ ലീവുണ്ട്. ഇപ്രാവശ്യം കസ്തൂരിയുടെയും ദാമുവിന്റെയും എന്റെയും മാലുവിന്റെയും വിവാഹം നടത്തണം. പെണ്ണിന്റെ ലജ്ജ കണ്ടില്ലേ? പൊന്നുമോൻ ലൂവിന് വരുമ്പം കൊണ്ടുവരണ കറുത്ത കള്ളു കുടിച്ചിട്ട് വേണം അച്ഛന്റെ നീരുവീഴ്ച മാറ്റാൻ. ഒന്ന് വേഗം വേണം മക്കളെ. എന്റെ മോനെ, നീ വരാൻ താമസിച്ചപ്പോ അമ്മയുടെ നെഞ്ചു പടപടാന്ന് അടിക്കുകയായിരുന്നടാ. ഇനി തള്ളയുടെ ഒരു പൂക്കണ്ണീര് പ്രവാഹമുണ്ട്. നീ പോടാ, സ്നേഹമില്ലാത്തവൻ. വർഷാവർഷം നീ ലൂവിന് വരുന്നത് നോക്കി നിൽക്കുക. ഞാൻ തമാശ പറഞ്ഞതല്ലേ എന്റെ പൊന്നമ്മച്ചല്ലേ. ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ. നീ പോടാ പട്ടി. ഇവളങ്ങ് കയറി തടിച്ചു കൊഴുത്തു പോയല്ലോ അമ്മേ. എന്റെ മോളെ വല്ലതും പറഞ്ഞു കണ്ണു വെച്ചാലുണ്ടല്ലോ, കയ്യാ കാലാ വളരണേന്ന് നോക്കി വളർത്തിയതാ ഞാൻ. അച്ഛനൊരു കത്തവും വന്നു. ഇത് ദാമുന്. എനിക്കെന്തിനാണ് ഇതൊക്കെ? എത്രയായാലും എന്റെ പെങ്ങളെ കെട്ടാൻ പോണല്ലേ. പിടിച്ചോ. ഇത് ഓപ്പയ്ക്ക്. ഇത് അമ്മയ്ക്ക് മാത്രം ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. അതെ, തള്ളയുടെ മുഖം ഭംഗിയത് കണ്ടോ? നീ പോടാ കടിയാ. അയ്യോ, എന്റെ അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കും അമ്മേ. നീ എനിക്കിതൊന്നും കൊണ്ടുവരണ്ടില്ലായിരുന്നു മമ്മി. സത്യമോനെ, മറ്റവനെ കൊണ്ടുവന്നില്ലയോ? എന്ത്? അച്ഛൻ കാമ്പൻ. ഓ, അവൻ. അത് ശരി. ഇങ്ങനെ ഇത് മുഴുവൻ കുടിച്ച് തീർക്കും, ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ. അതിങ്ങി താ പൊന്നെ. ആവശ്യം വരുമ്പോ ഞാൻ കൊറേ ചോദിച്ചു. ഞാനങ്ങനെ ഉയർന്ന് ഒരു മേജറാണ്. ആളിയോ, ഇപ്പൊ എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് അളിയന് വല്ല വിവരമുണ്ടോ? ഈ അളിയന് ഒരു വിവരവും ഇല്ല കേട്ടോ. എന്നാ ഞാൻ പറഞ്ഞു തരാം, കേട്ടോ. ഈ ലഡാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി കേട്ടോ? അച്ഛൻ കേട്ടിട്ടുണ്ടോ? ഈ ലഡാക്കില് ഭയങ്കര യുദ്ധം നടക്കുന്ന സമയം. ആ സമയം നോക്കി എനിക്കൊരു ശങ്ക. ഞാൻ അടുത്ത് മരത്തിന്റെ വീട്ടിലോട്ടാക്കിയിരുന്നു. അപ്പോഴുണ്ട് ഒരുത്തൻ ആരാ എനിമി, ശത്രു. ഞാൻ ആ ഈഴുന്ന ഇരിപ്പിലിരുന്ന് എന്റെ തോക്കിലിരുന്നു. പക്ഷെ തോക്കിലുണ്ടയില്ല. ഞാൻ ആലോചിച്ചു. ഞാൻ എന്റെ 2 പോക്കറ്റിലും കൈയിട്ടു. തലവേദനയ്ക്കുള്ള 2 ഗുളിക ഞാനത് ഉടനെ എടുത്ത് തോക്കിൽ നിറച്ചു. ചൂണ്ടി. ആരാ? മാമൻ. അതല്ലടാ, എനിമി. ഈ ചേട്ടന്റെ ഒരു പുളുവടി. ഓടി അവിടുന്ന്. ആ എനിമീനെ തട്ടിയാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത്. എനിമിയുടെ തലവേദന മാറിയിട്ടുണ്ടാവും. ഓഹോ, നീ എന്നെ വാരിയാണല്ലേ? അളിയോ, എന്റെ ഈ പെങ്ങള്, എന്റെ പൊന്നു പെങ്ങൾ എന്നെ അവമാനിച്ചറിയാ. ഞാൻ ഈ വീട്ടിൽ ഇനി മുതൽ ഒരു തുള്ളി വെള്ളം ഞാൻ കഴിക്കൂല. ഞാൻ പറഞ്ഞു
സത്യന് മിലിറ്ററിയിൽ ഏത് വകുപ്പിലാ ജോലി? ആ അല്ല, എന്റെ ഒരു ബന്ധുക്കാരനുണ്ട്. പുള്ളി കഴിഞ്ഞ മാസം ലീവ് കഴിഞ്ഞ് പോയതേ ഉള്ളു. നിങ്ങൾ തമ്മിൽ അറിയുമോന്ന് അറിയാനാ. ഞാൻ ഇത്തിരി ഉയർന്ന പോയില്ല. അതെയോ, അതാ ഒരു സിഗരറ്റ് പിടി. ഇതൊരു വീട് കളിയോ? എന്നാലും ഇതൊന്ന് പിടിയോ. ഒരു ചായ. പിന്നെ ഈ മിലിറ്ററി എന്ന് പറഞ്ഞാൽ പല വകുപ്പുകളും പല ഗ്രൂപ്പുകളും ചേർന്നുണ്ടായിട്ടുള്ളതാണ്. മേജർ, ക്യാപ്റ്റൻ, ജമേദാർ, പിന്നെ ഈ സാധാരണ സോൾഡിയർ. ഇതിലേത് ഗ്രൂപ്പിലാണെന്ന് അറിയാതെ ആളെ എങ്ങനെ തിരിച്ചറിയാനാ? ഇത് ശരി. പറപ്പോ ചായയുടെ പൈസ. അവന്റെ ഒരു പോക്ക് കണ്ടില്ലേ? മിലിറ്ററിയിൽ വല്ല അരിവെപ്പും ആയിരിക്കും ജോലി. ഭയങ്കര ജാട. ഞാൻ പണിസ്ഥലത്തേക്കൊന്ന് പോയാണ്. നീ ഉച്ചക്ക് അങ്ങോട്ട് വാ. ശരി, എന്നപ്പോ പെണ്ണിന്റെ ഒരു നാണം. ഒന്ന് വിടൂ ചേട്ടാ, ഈ ചേട്ടന് ഒരു നാണമില്ല. പിന്നെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണെ തുടർന്ന് എന്തിനാ നാണിക്കണേ? അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഓ, അതിന് നിന്റെ അനുവാദമൊന്നും വേണ്ട. ഈ ചേട്ടൻ മഹാ ചീത്തയായി പോയി. ആരെങ്കിലും കാണുന്നുള്ള വിചാരം പോലും ഇല്ല. ഈ നാട്ടുകാർക്കൊക്കെ അറിയാം ഞാനാണ് നിന്നെ കെട്ടാൻ പോണെന്ന്. എടി, ഈ ലൈസൻസ് ഇല്ലാത്തൊരു കാർ ഓടിക്കുന്നില്ല മണി. നിനക്ക് എന്ത് പറ്റിയ സൗദേ? തോന്നിയാസൊക്കെ കാണിച്ചിട്ട് എന്ത് പറ്റീനാ? എന്ത് പറ്റാനാ? മാസം 3ആയി. ഉള്ളതുങ്ങളെ തന്നെ വളർത്താൻ പാങ്ങില്ല. പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആ, ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. അതിന് നീ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചാലോ? കയ്യബദ്ധം. നിങ്ങൾ എന്റെ മുമ്പിൽ പോണണ്ട. ജോലിയും പണിയും ചെയ്യാതെ അബദ്ധം കാണിക്കാൻ നടക്കണം. ഉള്ളതുങ്ങൾക്ക് എന്നെ വെച്ച് വിളമ്പാൻ തികയത്തില്ല. എന്റെ ദൈവമേ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എടി, ഇത് ദൈവം തമ്പുരാൻ തരണതാ. 2 കൈ നീട്ടി നമ്മൾ മേടിച്ചേ തീരൂ. പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ദാമുവേട്ടിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുകയോ? നമ്മളെ വലയ്ക്കോ? ദാമുവേട്ടൻ എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എന്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് ദാമുവേട്ടൻ. ആശ്വാസം. അയ്യോ, തല്ലിപ്പുളി വരണുണ്ട്, ഞാൻ പോണ്. ആ, പുളിങ്കൊമ്പിലാ പിടുത്തം. പിന്നെ ഞങ്ങൾക്ക് ഈ നാട്ടുകാർ ഓർമ്മ വേണം കേട്ടോ. ഇവളെ ഒന്ന് മെരിക്കെടുക്കണം. നിനക്ക് ആവശ്യം കഴിഞ്ഞിട്ടല്ലേ? നീ ഒന്ന് വിളിച്ചു നോക്ക്. കൂടെ പോരുമെന്നറിയാം. കേള വരുമെന്ന് നോക്കട്ടെ. ആ, ഇയാൾ ഈ ഇടവകയിലുള്ള പെമ്പിള്ളേരൊക്കെ തീരെടുത്തേക്കണേന്ന് തോന്നുന്നു. മനസ്സിലായില്ല? അല്ല, ഞാൻ ഇവിടെ പറഞ്ഞതാ. സൂക്ഷിച്ച് സംസാരിക്കാം. ഇല്ലെങ്കിൽ അത് പിന്നെ അപ്പ കാണാം. അപ്പ കാണണ്ട.